ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീദേവി സ്കർത്ത, ഇപ്പോൾ ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ ഒരു പരീക്ഷണം നടത്തി എന്നുള്ളതാണ്. അരിക്കൊമ്പന്റെ കാര്യത്തിൽ ഒരുപക്ഷെ കുങ്കിയാനയാക്കുന്നത് ഒരുപക്ഷെ അത് സ്വസ്ഥമായിട്ട് ജീവിക്കാനെങ്കിലുമുള്ള ഒരു സാഹചര്യം ഒരുക്കുമായിരുന്നു എന്നൊരു ചിന്തയുണ്ട്. ഇത് നമ്മൾ മൃഗങ്ങളോടുള്ള ഒരു കരുതൽ നിമിത്തം ഇടപെട്ടത് അതിൻ്റെ തന്നെ ജീവനെ ഇനിയിപ്പോൾ വീണ്ടും ഇതിനെ പിടിച്ചുകൊണ്ടുപോയി വെള്ളിമലയിലാക്കും. കുറച്ച് കഴിയുമ്പോൾ വീണ്ടും അത് മറ്റൊരു, പ്രത്യേകിച്ചും കേരള അതിർത്തിയോട് ചേർന്നാണ്, വീണ്ടും മനുഷ്യാവാസമുള്ള സ്ഥലത്തേക്ക് ഇറങ്ങിയാൽ വീണ്ടും ഇത് തന്നെ ആവർത്തിക്കേണ്ടി വരുന്നു. അങ്ങനെ എത്ര ദൗത്യങ്ങൾ അതിജീവിക്കാനുള്ള ശേഷി അതിനുണ്ടാകും. ഇത് തുടർച്ചയായി ഇങ്ങനെ ഒരു വലിയ പ്രശ്നമായി മാറിയാലും അതെങ്ങനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും? അതിനെ ആ രീതിയിലൊന്ന് കുങ്കിയാനയാക്കുക എന്നൊരു തീരുമാനത്തിന് വഴങ്ങിക്കൊടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇതൊക്കെ ഒഴിവാക്കാമായിരുന്നതല്ലേ? അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ഒരിക്കലുമില്ല. ഒരു കാരണവശാലും ഒരു കാട്ടിൽ ജീവിക്കേണ്ട 80-85 വർഷം കാടിനകത്ത് ജീവിക്കേണ്ട ഒരു ജീവിയെ പിടിച്ച് കുങ്കിയാനയാക്കുന്ന, ഞാൻ ചോദിക്കട്ടെ, ഈ കുങ്കിയാനയാക്കുന്നത് ആനകൾക്ക് വലിയ അഭിമാനബോധം നൽകും എന്നുള്ള രീതിയിലാണ് റെജി ലൂക്കോസ് ഒക്കെ സംസാരിക്കുന്നത്. നിങ്ങൾ ആനപ്രേമിയാണെന്ന് പറയുകയും ചെയ്യുന്നു. എങ്ങനെയാണ് ഒരു ആനയെ കുങ്കിയാനയാക്കുന്നതെന്ന് അറിയാമോ സർ? ഒരു ആനയെ വായു കടക്കാത്ത കൂട്ടിനകത്തിട്ട് അടിച്ച് പദം വരുത്തി ഭേദ്യം ചെയ്ത് അതിൻ്റെ അങ്ങേ അറ്റം വരെ അതിൻ്റെ സർവമാന വൈൽഡ് സ്പിരിറ്റും നശിപ്പിച്ച ശേഷം അതിനെ ഒരിക്കലും ഒരു ആന മെരുങ്ങാത്ത ജീവിയാണ്, ഒരിക്കലും ഇണങ്ങാത്ത ജീവിയാണ് ആന. മെരിക്കാനേ പറ്റൂ. അതിന് നിങ്ങളുടെ കൂടെ 60 വർഷം ജീവിച്ചാലും ആന ഇണങ്ങില്ല, ആന മെരുങ്ങേ ഉള്ളൂ. അതിനെ ഓരോ പാപ്പാൻ വരുമ്പോഴും ഓരോ തവണയും അത് ഓരോ തരത്തിലുള്ള അതിൻ്റെ യഥാർത്ഥത്തിലുള്ള സ്വഭാവം, അതിൻ്റെ യഥാർത്ഥത്തിലുള്ള വൈൽഡ് സ്പിരിറ്റ് പുറത്തെടുക്കുമ്പോഴും അതിനെ ആദ്യം ചട്ടം പഠിപ്പിച്ചതുപോലെ ഇട്ട് അടിച്ച് പദം വരുത്തുന്നതാണ് നിങ്ങൾ കുങ്കിയാന ട്രെയിനിങ് എന്ന് പറയുന്നത്. അല്ലാതെ കരിമ്പിൻ കഷ്ണം കൊടുത്തിട്ടല്ല കുങ്കിയാനയാക്കുന്നത്, മധുരം ജിലേബിയും കൊടുത്തിട്ടല്ല കുങ്കിയാനയാക്കുന്നത്. അപ്പൊ നിങ്ങൾ പറയുന്നത് നിങ്ങൾ ആനപ്രേമിയാണെന്ന്. ഒരിക്കലും ആനയോ വേറെ ഏതെങ്കിലും ഒരു ജീവിയോ സ്നേഹിച്ചിട്ടുള്ള ഒരു മനുഷ്യനും ഒരു ജീവിയെ പിടിച്ചു കൊണ്ടുപോയി അതിന്റെ സ്വാതന്ത്ര്യം മുഴുവൻ നഷ്ടപ്പെടുത്തിയിട്ട് മനുഷ്യന്റെ ഉപയോഗത്തിന് വേണ്ടി ആവശ്യത്തിന് വേണ്ടി മാറ്റുന്നതാണ് അഭിമാനകരമായ സംസ്കാരമുള്ള ഒരു സമൂഹത്തിന്റെ ലക്ഷണം എന്ന് പറയില്ല മിസ്റ്റർ. തെറ്റാണ് നിങ്ങൾ പറയുന്നത്. ആന ജീവിക്കേണ്ടത് കാട്ടിലാണ്. അത് ഏത് തരത്തിലുള്ള ആനയാണെങ്കിലും, എത്ര ക്രിമിനൽ ആയിട്ടുള്ള ആനയാണെങ്കിലും അവൻ ബിലോങ് ചെയ്യുന്ന സ്ഥലം കാടാണ്. അരിക്കൊമ്പൻ ബിലോങ് ചെയ്യുന്നത് കാട്ടിലാണ്. അതുകൊണ്ടാണ് അവനെ നമുക്ക് കാട്ടിലേക്ക് മാറ്റേണ്ടി വന്നത്. ഇപ്പൊ നിങ്ങൾക്ക് അടിയന്തരമായിട്ട് അവനെ പിടിച്ച് അങ്ങോട്ട് മാറ്റണം, ഇങ്ങോട്ട് മാറ്റണം. എന്തിന്? അവൻ ആരെങ്കിലും, പറയട്ടെ ഞാൻ, അവൻ ആരെങ്കിലും ഉപദ്രവിച്ചോ? അവൻ ഏതെങ്കിലും വീട്ടിൽ കയറിയോ? അവൻ ഏതെങ്കിലും കട ആക്രമിച്ചോ? ഒന്നും ചെയ്തിട്ടില്ല. കഴിഞ്ഞ 2.5 മാസമായിട്ട് ഇതൊന്നും ചെയ്യാതെ നിൽക്കുന്ന ഒരു ആന ഇന്ന് കമ്പം എന്ന് പറയുന്ന ഒരു മേഖലയിലേക്ക് ഇറങ്ങി. ആരുടെ കുറ്റം? അതിനെ മോണിറ്റർ ചെയ്യേണ്ടത് ആരായിരുന്നു? ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ആദ്യം കോടതി പറഞ്ഞ എന്താണ്? ഒരു നോഡൽ ഓഫീസർ വേണം. എവിടെ നോഡൽ ഓഫീസർ? ഞങ്ങൾ അരിക്കൊമ്പന്റെ കാര്യം വിളിക്കാനായിട്ട് ഓരോ ദിവസവും ഞങ്ങൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വിളിക്കുമ്പോൾ ആൻസർ ഇല്ല. ആരും പറയുന്നില്ല അരിക്കൊമ്പൻ ഇന്ന് എങ്ങനെയുണ്ട്, അറിയില്ല. അപ്പൊ എവിടെയാണ് ഈ നോഡൽ ഓഫീസർ ഉള്ളത്? എവിടെയാണ് ഉത്തരവാദിത്ത ബോധമുള്ള ഒരു ഓഫീസർ ഉള്ളത്? അപ്പൊ അവന്റെ കാര്യം എന്തുകൊണ്ട് കമ്പം എന്ന് പറയുന്ന ഒരു ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയപ്പോ അത് കഴിഞ്ഞ ശേഷം മാത്രം എങ്ങനെ അവർ അറിയുന്നു? അപ്പൊ അവിടെ ആർക്കാണ് വീഴ്ച പറ്റിയത്? അരിക്കൊമ്പനാണോ? അരിക്കൊമ്പൻ അറിയാമോ ജനവാസ മേഖലയാണെന്ന്? അവൻ തിരിച്ചു പോകാൻ നോക്കുകയാണ്. അവന്റെ തലച്ചോറിലുള്ള ഡെമോഗ്രാഫിക് സ്കെച്ചിനെ അവൻ ഫോളോ ചെയ്യുകയാണ്. അവൻ ആരെയും ഒന്നും ചെയ്തില്ലല്ലോ. ഇന്ന് നമ്മൾ കണ്ടു കമ്പം പോലെ, അഗ്രഹാരം പോലെ ഒരു ഇടുങ്ങിയ തെരുവിൽ കൂടി പാഞ്ഞു പോകുമ്പോ പോലും അവൻ ഒന്നും ചെയ്യുന്നില്ല. നിങ്ങൾ ഓർമ്മിക്കണം ആ സമയം എന്താണ്? ഒരു 11-12 മണി. ആ സമയത്ത് തമിഴ്നാട്ടിലല്ല, ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും ചോറ് വേവിക്കുന്ന സമയമാണ്. നല്ല മണമുണ്ട് ചോറിന്റെ. ഇവൻ അരിക്കൊമ്പനാണെങ്കിൽ അവൻ അവിടെ പോയി ഏതെങ്കിലും വീട്ടിൽ കയറി അരിയോ ചോറോ അവൻ ഭക്ഷിക്കുമായിരുന്നില്ലേ? ഇല്ല. അവന്റെ ശ്രദ്ധ മുഴുവൻ, വാട്ട് വാസ് ഹിസ് ഫോക്കസ്? അവന്റെ വൈൽഡ് സ്പിരിറ്റ്, അവന്റെ വൈൽഡ് സോളിന്റെ ഫോക്കസ് മുഴുവൻ. ഒറ്റ കാര്യം പറയട്ടെ ശ്രീദേവി സ്കർത്ത, ആന ഭയത്തിലാണ് ഓടുന്നതൊക്കെ സമ്മതമാണ്. അത് വേറെ ആരും ഉപദ്രവിച്ചിട്ടില്ല. പക്ഷേ ഒറ്റ കാര്യം, ഇങ്ങനെ പരക്കം പാഞ്ഞോടുമ്പോൾ അതിന് മുന്നിൽ പോകുന്ന പാവം മനുഷ്യരുണ്ട്. അപ്പോൾ അവർക്ക് അപകടങ്ങൾ സംഭവിക്കുക. ആനൊന്നും ചെയ്തിട്ടില്ലെങ്കിലും അവർക്ക് അപകടം സംഭവിക്കുക. അപ്പോൾ ഇതൊരു പ്രശ്നമാണ്. അപകടമായി തന്നെയാണ് അരിക്കൊമ്പൻ നിൽക്കുന്നത്. വേണ്ടിയിട്ടാണ് ഈ അതെ പരക്കം പായാതിരിക്കാൻ വേണ്ടിയാണല്ലോ നമ്മൾ റേഡിയോ കോളർ എന്ന് പറയുന്ന 8 കിലോ 15 കിലോ എന്നില്ല 8 കിലോ ഭാരമുള്ള ഒരു വസ്തു എന്റെ കഴുത്തിൽ തൂക്കിയിരിക്കുന്നത്. അതിനുവേണ്ടിയാണല്ലോ ഇവിടെ ഉദ്യോഗസ്ഥന്മാർ ഇരിക്കുന്നത്. ഈ പരക്കം പാഞ്ഞു പോകുന്നതിന് മുൻപ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയാണല്ലോ. അത് അവർ ചെയ്തോ? പിന്നെ രണ്ടാമത്തെ കാര്യം, ഞാൻ ഉൾപ്പെടുന്ന സംഘടനയാണ് ഇത്. ഫസ്റ്റ് പെറ്റീഷണറാണ്, പീപ്പിൾ ഫോർ ആനിമൽസ് ആണ് ഇതിന്റെ ഫസ്റ്റ് പെറ്റീഷണർ. ഞങ്ങൾ കൊടുത്തപ്പോൾ ഞങ്ങൾ ആവശ്യപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് ഓപ്ഷൻ എന്തുകൊണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ട്രൈ ചെയ്തില്ല? ഫസ്റ്റ് ഓപ്ഷൻ എന്താണ്?
അതിനെ റേഡിയോ കോളർ ചെയ്ത് അതിന്റെ ആവാസ മേഖലയിൽ നിർത്തി നിരീക്ഷിക്കുക. കോടതി ചോദിച്ചു, ഇവന്റെ കഴുത്തിൽ റേഡിയോ കോളർ ചെയ്തിട്ട് നിങ്ങൾക്ക് നിരീക്ഷിക്കാൻ തയ്യാറാണോ, അതല്ലേ ആദ്യം ചെയ്യേണ്ടത്. അപ്പൊ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എന്ത് പറഞ്ഞു? ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞു അതിന് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ പറ്റില്ല, അതിന് പ്രാക്ടിക്കൽ അല്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് റീലൊക്കേഷൻ വന്നത്. ശരി, റീലൊക്കേഷൻ വന്ന സമയത്ത് എന്ത് സംഭവിച്ചു? ഒരു എക്സ്പെർട്ട് കമ്മിറ്റിയെ വെച്ചു. എക്സ്പെർട്ട് കമ്മിറ്റി എന്ത് പറഞ്ഞു? പറമ്പിക്കുളത്ത് വിടാം, വിച്ച് ഇസ് 200 കിലോമീറ്റേഴ്സ് അവേ ഫ്രം ഹിസ് ഹോം. അപ്പൊ എന്ത് പറ്റി? ഇവിടുത്തെ നിരുത്തരവാദപരമായ ഒരു അഭിപ്രായം ഇവിടുത്തെ ഒരു രാഷ്ട്രീയ നേതാവ് പറഞ്ഞു, ഞങ്ങളുടെ തലയിൽ നിന്ന് പോയി മറ്റവരുടെ തലയിൽ വീണു. അതോടുകൂടി അത് കേട്ടതോടുകൂടി അവിടുത്തെ ആൾക്കാർ മുൻപിൻ നോക്കാതെ ജനകീയ പ്രക്ഷോഭം തുടങ്ങി. അപ്പോഴത്തേക്ക് പിന്നെ ആ പ്ലാൻ ക്യാൻസൽഡ് ആയി. അടുത്തെന്ത് പറ്റി? ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനോട് കോടതി പറഞ്ഞു, നിങ്ങൾ കണ്ടുപിടിക്കുക ഒരു സ്ഥലം. അവരെ നിഗൂഢമായ ഒരു സന്ദേശം പോലെ ലാസ്റ്റ് മിനിറ്റിൽ അരിക്കൊമ്പനെ ലോറി കയറ്റുന്ന സമയത്ത് അവനെ കൊണ്ടുപോകുന്നത് PTRലേക്കാണ് എന്നറിഞ്ഞു. ഞങ്ങളെപ്പോലുള്ള ഫസ്റ്റ് പെറ്റീഷനേഴ്സിനോട് പോലും അത് റിവീൽ ചെയ്തില്ല. ഇപ്പൊ ഞങ്ങളെപ്പോലുള്ള ഫസ്റ്റ് പെറ്റീഷനേഴ്സ് അവനെ കൊണ്ടുപോകുന്ന PTR ആണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞങ്ങൾ കോടതിയിൽ ഒബ്ജക്ട് ചെയ്തേനെ. കാരണം ഇറ്റ് വാസ് സോ ക്ലോസ് ടു ഹിസ് ഹോം റേഞ്ച്. അവൻ ഉറപ്പായിട്ട് വരും, 100% ഉറപ്പാണ് വരുന്നത്. വരുന്നത് അവന്റെ റൈറ്റ് ആണ്. പറയട്ടെ കഴിഞ്ഞില്ല. അവനെ ഇനി ശ്രീ അലക്സ്, ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇതിനെ റേഡിയോ കോളർ വെച്ച് ആ സ്ഥലത്ത് തന്നെ വിട്ടിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത്രയും അക്രമം ഉണ്ടായിരുന്നു എന്ന ചോദ്യമാണ് ഉന്നയിക്കുന്നത്. ഒപ്പം മുൻപിൻ നോക്കാതെ ആളുകൾ പ്രതിഷേധിച്ചു എന്നൊന്നും പറയാൻ കഴിയില്ല കേട്ടോ. കാരണം നമ്മളും ആ സ്ഥലത്തേക്കാണ് ജീവിക്കുന്നെങ്കിൽ ഇതുപോലെ പ്രശ്നക്കാരനായ ഒരു ആനയെ നമ്മുടെ വീടിന്റെ അടുത്ത് കൊണ്ടുപോയി വിടുക എന്ന് പറഞ്ഞാൽ ഏതൊരു മനുഷ്യനും ഭയപ്പെട്ടു പോകും. ആരായാലും പ്രതിഷേധിക്കും. നമുക്ക് ആ പ്രതിഷേധത്തെ ഒരിക്കലും വില കുറച്ച് കാണാൻ കഴിയില്ല. ഈ ഒരു ഓപ്ഷൻ അതൊരു കാര്യമുണ്ട്. മാതൃഭൂമി ചാനലിനോട് ഒരു മിനിറ്റ് മാതൃഭൂമി ചാനലിനോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഈ അരിക്കൊമ്പനെ ഇത്രയും വലിയൊരു കൊല്ലിയായിട്ടുള്ള ഒരു ആനയായിട്ട് ചിത്രീകരിച്ച് നിങ്ങൾക്ക് വലിയ പങ്കുണ്ട് സർ. ഞങ്ങൾക്ക് എന്ത് പങ്കാണ് ശ്രീദേവി എസ്കർത്ത? ഈ കേരളത്തിൽ ചിന്നക്കനാലിൽ നടക്കുന്ന ആളുകളുടെ വികാരം ഞാൻ ഒന്നുകൂടി അങ്ങോട്ട് പറയാം. അവിടെ നിന്ന് ചിന്നക്കനാലിലുള്ള ഒരു സ്ത്രീ ഞങ്ങളോട് പറഞ്ഞത് അവൻ ഉണ്ടായിരുന്നപ്പോൾ ഒറ്റ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ പറയാണ്, അവനുണ്ടായിരുന്നപ്പോൾ ഞങ്ങൾക്ക് ധൈര്യമുണ്ടായിരുന്നു, മറ്റാരും ആക്രമിക്കാൻ വരില്ല എന്ന ധൈര്യമുണ്ടായിരുന്നു എന്ന കാര്യവും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ അരിക്കൊമ്പനെ പേടിച്ച് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാതെ ജീവിക്കുന്ന ആളുകളുടെ ഭയവും ഞങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. അതാണ് ഒരു മാധ്യമം ചെയ്യുന്നത്. ആളുകളുടെ ആശങ്ക പങ്കുവയ്ക്കുന്നു, ആളുകൾ എന്ത് അരിക്കൊമ്പനെ കുറിച്ച് പറയുന്നു അതാണ് പങ്കുവച്ചത്. അല്ലാതെ അരിക്കൊമ്പനെ ദൈവമാക്കാനോ അരിക്കൊമ്പനെ വലിയൊരു ഹീറോയിക് പരിവേഷം കൊടുക്കാനൊന്നും മാതൃഭൂമി ശ്രമിച്ചിട്ടില്ല. അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ അലക്സ്, എന്താണ് സാധ്യത? ആളുകൾ പ്രതിഷേധിക്കും. നമ്മുടെ അടുത്തേക്ക് അരിക്കൊമ്പനെ പോലെ പ്രശ്നമുണ്ടാക്കുന്ന ഒരു ആന വരുന്നു എന്ന് പറഞ്ഞാൽ ആളുകൾ പ്രതിഷേധിക്കും. ഈ ഓപ്ഷൻ സാധ്യം? ഒരു മിനിറ്റ്, ഈ ഓപ്ഷൻ സാധ്യമാണോ? ചിന്നക്കനാലിൽ തന്നെ ഈ റേഡിയോ കോളർ വെച്ച് അതിനെ വിട്ടിരുന്നെങ്കിൽ കുറച്ചുകൂടി സമാധാനം ഉണ്ടാവുമായിരുന്നു. അല്ല, ഓടാൻ നോക്കുന്നില്ല. എന്ത് ഓടാൻ നോക്കേണ്ട ആവശ്യം? എന്താണ് ഓടാൻ നോക്കേണ്ട ആവശ്യം? ശ്രീ അലക്സ് പറഞ്ഞോളൂ. കാര്യം ഞാൻ പറയട്ടെ സാർ, നിങ്ങളും സമാധാനത്തിൽ കേൾക്കും. മേതുകാലത്ത് അവനെ കൊണ്ടുവിട്ടു. മേതുകാലത്ത് കൊണ്ടുവിട്ടതിന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ നിങ്ങൾ പറഞ്ഞു അവൻ അവിടുത്തെ ഒരു റേഷൻ കട പൊളിച്ചു എന്ന്. റേഷൻ കട പൊളിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ അവിടുത്തെ ലയത്തിൽ താമസിക്കുന്ന ആൾക്കാർ പറയുന്നത് സ്ഥിരമായിട്ട് ഇവിടെ കാട്ടാനകൾ വരാറുണ്ട്, അവർ വന്ന് വാതിൽ പൊളിക്കാറുണ്ട്, അതുപോലെ ഒരു ആന വന്ന് വാതിൽ പൊളിച്ചു. അപ്പൊ ഞങ്ങൾ ഇത് പുറത്ത് പറഞ്ഞപ്പോഴത്തേക്ക് അവിടെ നിന്നുള്ള ആളുകൾ കൃത്യമായി പറയുന്ന വിവരങ്ങളാണ് നമ്മൾ മാധ്യമങ്ങൾ പങ്കുവയ്ക്കുന്നത്. ആനയെ വിട്ട വഴി തന്നെ ഒരു റേഷൻ കട ആക്രമിക്കുന്നത് സ്വാഭാവികമായും ആളുകളും സംശയിക്കുക ഈ അരിക്കൊമ്പനാണ്. ആ വാർത്തകളാണ് പങ്കുവച്ചിട്ടുള്ളത്. അതിൽ വനവകുപ്പ് അടക്കം ഉത്തരവാദിത്തപ്പെട്ട പ്രതികരണങ്ങളടക്കം വാർത്ത പങ്കുവയ്ക്കുന്നത്. അല്ലാതെ നമ്മൾ വായുവിൽ നിന്ന് എടുക്കുകയല്ലോ. അങ്ങനെ തെറ്റിദ്ധരിക്കുക.